നമ്മളിപ്പോൾ 9-ാം ശതകത്തിലാണ്. 831 മുതൽ 861 വരെയുള്ള നാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 156-ാം ശ്ലോകം. പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാതാ വിയൽപ്രസൂഹു. പ്രാണേശ്വരി, പ്രാണനുകൾക്ക് അതായത് ആത്മാക്കൾക്ക് ഈശ്വരിയാണ് ദേവിയെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. പ്രാണദാത്രി, പ്രാണനെ തരുന്നവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. പഞ്ചാശത് പീഠരൂപിണി, പഞ്ചാശത് എന്നാൽ 50 ആണ്, പക്ഷേ ഇവിടെ അത് 51 എന്നെടുക്കുന്നു. 51 പീഠങ്ങളുടെ രൂപത്തോടു കൂടിയവളാണ് ദേവിയെന്ന് പറയുന്നു. ആ മുതൽ ക്ഷ വരെയുള്ള 51 അക്ഷരങ്ങളുടെ രൂപത്തിലാണ് ദേവിയെന്ന് നാം നേരത്തെ മനസ്സിലാക്കിയതാണല്ലോ. ഇവയെല്ലാം ശക്തിപീഠങ്ങളാണ് എന്ന് പറയുന്നു. സതീദേവിയുടെ ശരീരം വിഷ്ണുവിനാൽ ഛിന്നഭിന്നമാക്കിയതായി നമുക്കറിയാം. ആ ശരീരഭാഗങ്ങൾ 51 കഷ്ണങ്ങളായി ചിതറി വീണുവെന്നും അവ വീണ സ്ഥലങ്ങളൊക്കെ ശക്തിപീഠങ്ങളായി അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. വിശൃംഖല, ശൃംഖലയില്ലാത്തവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ശൃംഖല എന്നതിന് ഇവിടെ കർമ്മബന്ധമാകുന്ന ചങ്ങല എന്നാണ് അർത്ഥമെടുക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടത്തുന്നുവെങ്കിലും ദേവിയെ ഒന്നും സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് ദേവി കർമ്മബന്ധങ്ങളൊന്നുമില്ലാത്തവളാണ്. ശൃംഖലകൾ ഒന്നുമില്ലാത്തതിനാൽ ദേവി വിശൃംഖലയാണ്. വിവിക്തസ്ഥ, പരിശുദ്ധവും ജനവാസമില്ലാത്തതുമായ സ്ഥലങ്ങളെ വിവിക്തമെന്ന് പറയുന്നു. അപ്പോൾ ദേവി വിജനമായ ശുദ്ധമായ സ്ഥലത്ത് നിവസിക്കുന്നവളാണ് എന്ന് വിശേഷിപ്പിക്കാം. ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിയുന്നവരെ വിവിക്തർ എന്ന് പറയാം. ഇവരുടെ ഹൃദയത്തിൽ ദേവിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ഇവരിൽ വിവിക്തരിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും വിശേഷിപ്പിക്കാം. വീരമാതാ, വീരന്മാരുടെ മാതാവാണ് ദേവി. വീരയോദ്ധാക്കൾ, നടന്മാർ, കലാകാരന്മാർ എന്നിവരെ വീരന്മാർ എന്ന് പറയാം. അവർക്കെല്ലാം അമ്മയെപ്പോലെ വർത്തിച്ച് അവരെ ദേവി സംരക്ഷിക്കുന്നു. വിയത് പ്രസൂ, വിയത്തിനെ പ്രസവിച്ചവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. വിയത്ത് എന്നാൽ ആകാശം, ആകാശത്തിനെ ദൃശ്യമാക്കിയവളാണ് ദേവിയെന്ന് അർത്ഥം പറയുന്നു. 157-ാം ശ്ലോകം. മുകുന്ദാ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി. മുകുന്ദ, മുക്തി ദാനം ചെയ്യുന്നവളെ മുകുന്ദ എന്ന് പറയുന്നു. മുകുന്ദ കുബേരൻ്റെ നവനിധികളിൽ ഒരു രത്നമാണെന്നും പറയുന്നു. വിഷ്ണു രൂപയാണ് ദേവിയെന്നും മുകുന്ദ എന്ന് നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. കാരണം മുകുന്ദൻ വിഷ്ണുവാണല്ലോ. മുക്തിനിലയ, മുക്തിയുടെ നിലയമായവൾ, ആകാരമായവൾ എന്നൊക്കെ പറയുന്നു. ഓരോ ഉപാസകനും അർഹിക്കുന്ന മുക്തി ദേവി നൽകുന്നു എന്ന് പറയുന്നു. മൂലവിഗ്രഹരൂപിണി, രാജരാജേശ്വരിയായ ലളിതാ ത്രിപുര സുന്ദരിയാണ് എല്ലാ ശക്തികൾക്കും ഉറവിടമെന്നതിനാൽ ദേവിയെ മൂലവിഗ്രഹരൂപിണി എന്ന് പറയുന്നു. പരബ്രഹ്മ സ്വരൂപിണിയായ രാജരാജേശ്വരിയാണ് മൂലവിഗ്രഹം എന്ന് പറയുന്നു. ഭാവജ്ഞ, ഭാവത്തെ അറിയുന്നവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഭാവത്തിന് നിരവധി അർത്ഥങ്ങൾ കാണാം. സത്ത, സ്വഭാവം, ആശ്രയം, പ്രവൃത്തി, ആത്മ, ജനനം എന്നൊക്കെ പല അർത്ഥങ്ങളും കാണാം. ഇവയെല്ലാം ദേവിക്ക് അറിയാവുന്നവയാണ്. ഭവൻ എന്നതിനാൽ ശിവനായതിനാൽ ശിവഭക്തന്മാരെ അറിയുന്നവളാണ് ദേവിയെന്നും പറയുന്നു. ഭവരോഗഘ്നി, സംസാരമാകുന്ന രോഗത്തെ ഹനിക്കുന്നവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. സംസാരബന്ധങ്ങളും ബന്ധനങ്ങളും കൊണ്ടുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും ദേവി അകറ്റുന്നു എന്ന അർത്ഥം വരുന്നു. ഭവചക്രപ്രവൃത്തിനി, സംസാരമാകുന്ന ഈ ചക്രത്തെ തിരിക്കുന്നവൾ, നിയന്ത്രിക്കുന്നവൾ എന്നെല്ലാം ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ഈ പ്രപഞ്ചം അദൃശ്യമായ ഒരു ശക്തിക്ക് വിധേയമായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അദൃശ്യശക്തി ദേവിയാണ് എന്ന് പറയുന്നു. 158-ാം ശ്ലോകം. ഛന്ദസാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി. ഛന്ദസാര, ദേവി ഉപനിഷത്തുക്കളുടെ രൂപമായവളാണ് എന്ന് പറയുന്നു. ഛന്ദശാസ്ത്രങ്ങളുടെ സത്തായ ഗായത്രി രൂപിണിയാണ് എന്നും പറയുന്നു. വേദാന്തമായ ഉപനിഷത്തുക്കളിൽ സ്ഥിരമായിരിക്കുന്നവളാണ് ദേവി എന്ന് പറയാം. വേദങ്ങളുടെ അന്തസ്സത്തായ ഗായത്രിയാണ് ദേവി. ഗായത്രിയുടെയും രസമായ പഞ്ചദശാക്ഷരി മന്ത്രമായവളും ദേവി തന്നെയാണ്. ശാസ്ത്രസാര, ശാസ്ത്രങ്ങളുടെ സാരമായവളെന്ന് ദേവിയെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. മന്ത്രസാര, വേദമന്ത്രങ്ങൾ, തന്ത്രങ്ങളിലെ മന്ത്രങ്ങൾ, 64 തന്ത്രങ്ങൾ എന്നിവയെല്ലാം ദേവിയുടെ സ്വരൂപമാണ്. എല്ലാ മന്ത്രങ്ങളുടെയും സാരം ദേവിയാണ് എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. തലോദരി, തലമെന്നതിന് ഉള്ളം കൈയിൻ്റെ പാർശ്വഭാഗമെന്ന് പറയുന്നു.
വളരെ കൃശവും മൃദുലവുമായ ഉദരത്തോടു കൂടിയവളാണ് ദേവിയെന്ന് ഇവിടെ വർണ്ണിക്കുന്നു. കൃശമായ ഉദരം സ്ത്രീകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നു. ഉദാരകീർത്തിരുദ്ദാമ വൈഭവ, രണ്ട് നാമങ്ങളാണ് ഇവിടെ വരുന്നത്. ഉദാരകീർത്തി എന്നും ഉദ്ദാമ വൈഭവ എന്നും. ഉദാരകീർത്തി, ഉത്കൃഷ്ടമായ കീർത്തിയോടു കൂടിയവളാണ് ദേവിയെന്ന് അർത്ഥം പറയുന്നു. ഉപാസകന്മാർക്ക് തൻ്റെ പോലെ തന്നെ കീർത്തി ഒരു താമസവും കൂടാതെ നൽകുന്നവളാണ് എന്നും പറയുന്നു. ദേവിയുടെ കീർത്തി ഉദാരമായതിനാൽ, മഹത്തായതിനാൽ ദേവിയെ സ്തുതിക്കുന്നവർക്ക് അമംഗളം ഉണ്ടാവുകയില്ല. ഉദ്ദാമ വൈഭവ, യാതൊരു പരിധിയുമില്ലാത്ത വൈഭവത്തോടു കൂടിയവളാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. ബന്ധനങ്ങൾക്കെല്ലാം അതീതമാണ് ദേവിയുടെ വൈഭവം. വർണ്ണരൂപിണി, വർണ്ണങ്ങളുടെ രൂപമുള്ളവളാണ് ദേവിയെന്ന് വീണ്ടും പറയുന്നു. അക്ഷര രൂപത്തിലും നിറങ്ങളുടെ രൂപത്തിലുമാണ് ദേവിയെന്ന് നാം കണ്ടതാണ്. 159 ശ്ലോകം. ജന്മമൃത്യുജരാതപ്തജനവിശ്രാന്തിദായിനി സർവോപനിഷദുത്കൃഷ്ട ശാന്ത്യതീതകലാത്മിക. ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി. ജനനം, മരണം, ജര അതായത് വാർദ്ധക്യം എന്നിവയാൽ വിഷമിക്കുന്നവർക്ക് വിശ്രാന്തി അതായത് സമാധാനം, ആശ്വാസം നൽകുന്നവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. സർവോപനിഷദുത്കൃഷ്ട, എല്ലാ ഉപനിഷത്തുക്കളാലും ഉച്ചത്തിൽ ഘോഷിക്കപ്പെട്ടവൾ, പ്രഖ്യാപിക്കപ്പെട്ടവൾ ആണ് ദേവിയെന്ന് പറയുന്നു. എല്ലാ ഉപനിഷത്തുക്കളും ദേവിയുടെ മാഹാത്മ്യത്തെ വളരെയധികം വർണ്ണിക്കുന്നുവെന്ന് അർത്ഥം. ശാന്ത്യതീത കലാത്മിക, ആകാശത്തിലിരിക്കുന്ന കലാസ്വരൂപിണിയാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. ആകാശത്തിലെ കലയെ ശാന്ത്യതീത കല എന്ന് പറയുന്നു. ആകാശം ശാന്തിക്കും അതീതമാണ് എന്ന് അർത്ഥമാക്കുന്നു. യാതൊരു വികാരവുമില്ലാത്തതും ഒന്നും തന്നെ സംഭവിക്കാത്തതുമാണ് ആകാശം. ഉത്കണ്ഠയോ അലട്ടലോ ഇല്ലാത്ത മാനസികാവസ്ഥയാണ് ശാന്തി. ഈ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. 160 ശ്ലോകം. ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ഠാകാന്ത കാന്താർത്ഥവിഗ്രഹ. ഗംഭീര, അളക്കുവാൻ പറ്റാത്തത്ര ശക്തിയോടുകൂടിയവളാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. ഗണപതിയുടെ അതായത് ഗം, ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവിയെന്നും വിശേഷിപ്പിക്കുന്നു. ദേവിയുടെ ശക്തി മഹാഹൃദ എന്ന് പറയുന്നു. ലോകങ്ങൾ മുഴുവൻ വ്യാപിച്ച് അതും അതിക്രമിച്ച് ദേശകാലാപരിച്ഛിന്നമായിട്ടുള്ളതാണ് ദേവിയുടെ ശക്തിയെന്ന് പറയുന്നു. ഗം എന്നത് ഗണപതി ബീജമാണ്. ഭീ എന്നതിന് ഭീതി, ഭയം എന്നൊക്കെ അർത്ഥം പറയുന്നു. രാ എന്നത് തൂത്തുകളയുന്നത്, അകറ്റുന്നത് എന്നും. അതുകൊണ്ട് ഗണപതി തുടങ്ങിയ ദേവന്മാരുടെ ഭയത്തെ അകറ്റുന്നവളാണ് ദേവി. ഗഗനാന്തസ്ഥ, ഗഗനമെന്നാൽ ആകാശം. ആകാശത്തിൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഓരോ ജീവിയുടെയും അന്തർഭാഗത്തുള്ള ചിദംബരം ഹൃദയാകാശമാണ്. ദേവി അവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന് നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ദേവി ഗഗനാന്തസ്ഥയായി. ഗർവിത, ലോകങ്ങളെ ദൃശ്യമാക്കുവാൻ വേണ്ടി ചിച്ഛക്തി സൃഷ്ടിയും സ്രഷ്ടാവുമായി ഭവിക്കുന്നു. ദേവി തന്നെ സൃഷ്ടിയും സ്രഷ്ടാവും. അപ്പോൾ സ്രഷ്ടാവിനുണ്ടാകുന്ന ഞാനെന്ന ഭാവത്തെ പരാഹന്ത എന്ന് പറയുന്നു. ദേവി ഈ പരാഹന്തയോടു കൂടിയവളാണെന്നും അതുകൊണ്ട് ഗർവിത എന്നും അർത്ഥം പറയുന്നു. ഗാനലോലുപ, സംഗീതത്തിൽ വളരെ താല്പര്യമുള്ളവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. എല്ലാത്തരം സംഗീതങ്ങളും വാദ്യോപകരണങ്ങളും ദേവിക്ക് പ്രിയമാണ്. കൽപ്പനാരഹിത, യാതൊരുവിധ കൽപ്പനകളും, ആകൃതി, ഛായ, ആജ്ഞ, വാസന എന്നിവ ഇല്ലാത്തവളാണ് ദേവിയെന്ന് അർത്ഥം പറയുന്നു. കാഷ്ഠാകാന്ത, ഇത് രണ്ട് നാമങ്ങളാണ്. കാഷ്ഠ എന്നും അകാന്ത എന്നും. കാഷ്ഠ, സൗഭാഗ്യശാസ്ത്രത്തിൽ കാഷ്ഠ എന്നാൽ 18 നിമിഷമാണെന്ന് പറയുന്നു. അതായത് ഒരു സമയ അളവായിട്ടാണ് കാഷ്ഠ പറയുന്നത്. ദേവി കാലസ്വരൂപിണിയുമാണ്. അങ്ങേയറ്റത്തെ അതിരായിട്ടുള്ളവൾ, ഭീമൻ എന്ന പരമശിവൻ്റെ പത്നി തുടങ്ങി പല അർത്ഥങ്ങളും കാണാം. ആകാശരൂപത്തിലുള്ള ശിവനെ ഭീമ എന്ന് പറയും. അകാന്ത, അകമെന്നാൽ പാപം, ദുഃഖമെന്ന് അർത്ഥം വരുന്നു. അപ്പോൾ ദേവി ഉപാസകരുടെ പാപത്തിനും ദുഃഖത്തിനും അറുതി വരുത്തുന്നവളാണ് എന്ന് പറയുന്നു. കാന്താർത്ഥ വിഗ്രഹ, കാന്തൻ്റെ അർദ്ധശരീരത്തോടു കൂടിയവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. അർദ്ധനാരീശ്വരനായ പരമശിവൻ്റെ പകുതി ഭാഗമാണല്ലോ ദേവി. ഇതോടെ നമ്മൾ 160 ശ്ലോകങ്ങളും 861 നാമങ്ങളും മനസ്സിലാക്കി. ഇനി ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാത വിയൽപ്രസൂഹു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി
ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി. ഛന്ദസ്സാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി. ജന്മമൃത്യുജരാതപ്തജനവിശ്രാന്തിദായിനി സർവോപനിഷദുത്കൃഷ്ട ശാന്ത്യതീതകലാത്മിക. ഗംഭീരാ ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ഠാ കാന്ത കാന്താർത്ഥവിഗ്രഹ. 161 മുതൽ 166 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.